ചലന സവിശേഷതയനുസരിച്ച് സന്ധികളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? അവയേതെല്ലാം? ഉത്തരം 3ആയി തിരിച്ചിരിക്കുന്നു. 1. ചലനരഹിതസന്ധി, 2. അല്പചലനസന്ധി, 3. സ്വതന്ത്ര ചലനസന്ധി. കായികക്ഷമതയുടെ ഘടകങ്ങൾ എന്തെല്ലാം? ഉത്തരം പേശീശക്തി, പേശീക്ഷമത, ബാലൻസ്, ഹൃദയശ്വസനക്ഷമത, അയവ്, ഏകോപനം. ശരീരഘടന, ചുറുചുറുക്ക്, പ്രതികരണ സമയം, പവർ, വേഗം. പേശികളുടെ പ്രധാനപ്പെട്ട ധർമ്മമെന്ത്? ഉത്തരം ശരീരത്തിന് ബലവും ചലനവും ഉണ്ടാക്കുക. കഥകളി സംഗീതത്തിൽ ഇലത്താളം വായിക്കുന്നവർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ശിങ്കിടി. മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് കുറിപ്പെഴുതുക. ഉത്തരം കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപം കൊണ്ട സംഗീതശാഖയാണ് മാപ്പിളപ്പാട്ട്. ഇത് അറബി മലയാളത്തിലെ സാഹിത്യമായാണ് രൂപം കൊണ്ടത്. ജനകീയതയും സർഗാത്മകതയുമാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഗാനമാധുരിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന മാപ്പിളപ്പാട്ടുകൾക്ക് ധാരാളം ആസ്വാദകരുണ്ട്. അസ്ഥിഭംഗം തിരിച്ചറിയുന്നതെങ്ങനെ? ഉത്തരം ഒടിഞ്ഞ ഭാഗം ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കഠിനമായ വേദന. ഒടിവുണ്ടായ ഭാഗത്ത് നീർക്കെട്ട് കാണപ്പെടുന്നു. ഒടിവുണ്ടായ ഭാഗത്ത് നിറവ്യത്യാസമുണ്ടാക്കാം. എങ്ങനെയാണ് ഭുജംഗാസനം ചെയ്യുക? ഉത്തരം ഇരുകൈകളും മുന്നോട്ട് വെച്ച് കമഴ്ന്നു കിടക്കുക. ശേഷം കൈകൾ നെഞ്ചിന് സമാന്തരമായി ഷോൾഡർ അകലത്തിൽ വെച്ച് അരക്കെട്ടിന് മുകൾ ഭാഗം സാവധാനം ഉയർത്തി തല പിറകിലേക്കാണ് നിൽക്കുക. കൈമുട്ടുകൾ പൂർണ്ണമായി നിവർത്തിയിരിക്കണം. അതേ അവസ്ഥയിൽ തുടർന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. അസ്ഥിഭംഗത്തിനുള്ള പ്രഥമ ശുശ്രൂഷകൾ എന്തെല്ലാം? ഉത്തരം ഒടിഞ്ഞ ഭാഗം ചലിപ്പിക്കാതിരിക്കുക. നീർക്കെട്ട് വർദ്ധിക്കാതിരിക്കാൻ തുണിയിലോ പ്ലാസ്റ്റിക് ബാഗിലോ മറ്റോ ഐസ് പൊതിഞ്ഞ് ആ ഭാഗത്ത് വെച്ച് തണുപ്പിക്കുക. ഒടിവുണ്ടായ ഭാഗം സ്പ്ലിൻറ്റോ സ്ലിങ്ങോ ഉപയോഗിച്ച് അനങ്ങാതെ നേരെ നിർത്തുക. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം ലഭ്യമാക്കുക. നൃത്തത്തിൽ ആംഗികം എന്ന അഭിനയ രീതി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അഭിനയം. വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.